തിരുമേനി ഈ തിരക്കിനിടയിലാണ് ഇന്ന്. ഒരുപക്ഷെ മള്ളിയൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, ഏറ്റവും അധികം ഭക്തജനങ്ങൾ വരുന്ന ദിവസമാണ്. ഇന്നും ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ പറയുന്നുണ്ട്, ജനൻ TV പ്രേക്ഷകർക്കൊപ്പമാണ് ഇന്ന് മള്ളിയൂർ. ഇന്ന് മള്ളിയൂരിന്റെ ദർശനം ജനൻ TV വഴിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്കിനിടയിലും ഇത്രയധികം സമയം പിടിച്ചു നിർത്തുന്നത്. ഇന്നത്തെ കാലത്ത് അച്ഛൻ തിരുമേനി ഭാഗവതഹംസം അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ ഞാൻ പറയും വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാട്. ഞാൻ ഇങ്ങനെ ഉപാസിക്കും എന്ന് പറഞ്ഞ് തിരുമേനി അഹങ്കാരം എന്നുള്ള ഞാൻ എന്ന ഭാവം ഇല്ല എന്ന് പറഞ്ഞു നടക്കുകയല്ല, ഞാൻ എന്ന ഭാവം ഇല്ല എന്ന് കാട്ടിക്കൊടുത്തയാൾ, നാട്യങ്ങൾ അഭിനയിക്കാൻ അറിയാത്തയാൾ, ശിഷ്യനായ നാരായണ മൂസിനോട് തമാശ പറഞ്ഞിരിക്കുന്നയാൾ, ഇനി ഈ ഭാഗവതം പോലും തമാശ പറ്റിൽ കഥരൂപത്തിൽ അവതരിപ്പിക്കുന്നയാൾ. അദ്ദേഹം പക്ഷേ അതിലൂടെ പകർന്നു തന്ന ഒരു ഫിലോസഫിയുണ്ട്, ഒരു ജീവ ഉപദേശമുണ്ട് ഇന്നത്തെ തലമുറയ്ക്കും ഇന്നത്തെ ലോകത്തിനും. അങ്ങനെയല്ലേ അത് കാണാൻ കഴിയും? തീർച്ചയായിട്ടും അച്ഛൻ കാട്ടിത്തന്ന വഴികൾ ഞങ്ങളുടെ ഒരു മനസ്സിലുള്ളത് ഇനിയുള്ള തലമുറയ്ക്കും ഈ ക്ഷേത്രവും ഞങ്ങളും എന്തൊക്കെ നല്ലത് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ളൊരു വളരെ അച്ഛൻ പോയതിന് ശേഷം ഉള്ള പ്രയത്നങ്ങൾ മുഴുവനും അതിന് വേണ്ടിയിട്ടാണ്. ഇനി ക്ഷേത്രത്തിലാണെങ്കിലും ക്ഷേത്രത്തിൽ വന്നാൽ വേറെ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവരുത്. അതുപോലെ ഇവിടെ വരുന്നവരാരും വിശന്നു പോകരുതെന്നുള്ളൊരാഗ്രഹവും അച്ഛനും അമ്മയ്ക്കും ഏറ്റവും വലിയൊരാഗ്രഹം അതായിരുന്നു. അത് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും മണ്ഡലകാലത്താണെങ്കിലും അല്ലാതെയുള്ള വിനായക ചതുർത്ഥി ദിവസങ്ങളിലാണെങ്കിലും അതല്ലാതെ നിത്യേനയും നമ്മൾ കഴിയുന്നത് പോലെയൊക്കെ ഭക്തന്മാർക്ക് ആഹാരവും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അതുപോലെ സപ്താഹവും സത്രങ്ങളും ഇന്നത്തെ യുവജനങ്ങളിലോട്ടും ഇതെല്ലാം എത്തിക്കണമെന്ന് വലിയൊരാഗ്രഹമാണ് ഇനിയുള്ള കാലത്ത്. അതിന് ഇവരൊക്കെ കൂടി ശ്രമിച്ച് അതിലോട്ട് എത്തിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ എൻ്റെയും ഏട്ടൻ്റെയൊക്കെ പ്രതീക്ഷ. അതവർ കൊണ്ടുപോകും എന്നുള്ളതാണ്.